Kill them all. I will recalculate. Hello friends, it's me Shiva from Cali. അപ്പോൾ ഡാൻസ് കളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹാൻഡിൽ എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ഒക്കെ മാക്സിമം ഈ വീഡിയോ യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഈ കൈ 2-3 പ്രാവശ്യം കുടിക്കുന്നവർക്ക് ഹാൻഡിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആരും കൈയും അതുകൊണ്ട് ഒടിച്ചു ചേക്കരുത്. കൈ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും മെച്ചപ്പെടുത്താനുള്ള കാര്യമാണ്, അല്ലാതെ ആരെയും നശിപ്പിക്കാനുള്ള കാര്യം, അതെല്ലാവരും ഓർക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ മയക്കും മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ ഉണ്ടാവും 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ആയിട്ടുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഒരുപാട് നിർത്തിയിടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ വിരലുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഫിംഗേഴ്സിൽ നിന്ന്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1 2 3 1 2 3 1 2 3. നമുക്ക് നേരെ ചെയ്ത് നോക്കാം. 1 2 3 1 2 3. ഈ ഷോൾഡറിലേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. കൈമുട്ട് പൊക്കി അപ്പം തന്നെ ഷോൾഡറും പൊക്കുക. കൈമുട്ട് പൊക്കി താഴ്ത്തി പിന്നെ ഷോൾഡർ പൊക്കുക. നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ റൈറ്റ് ഷോൾഡർ മേലെ ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. 1 2 1 2. റൈറ്റ് ഷോൾഡർ പൊക്കുക, ലെഫ്റ്റ് ഷോൾഡർ പൊക്കുക. റൈറ്റ് ഷോൾഡർ പൊക്കുക, താഴ്ത്തിയിട്ട് അതിന് ശേഷം ലെഫ്റ്റ് ഷോൾഡർ പൊക്കുക. റൈറ്റ് ഷോൾഡർ പൊക്കിയിട്ട് താഴ്ത്തി ലെഫ്റ്റ് ഷോൾഡർ പൊക്കുക. റൈറ്റ് ഷോൾഡർ പൊക്കുക, ലെഫ്റ്റ് ഷോൾഡർ പൊക്കുക. ഇനി പറയാൻ പോകുന്നത് പെർഫെക്ഷൻ എങ്ങനെ വരുത്താനാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കഴുത്ത്, അതായത് നെക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ മതി. താഴേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഷോൾഡർ പൊക്കിയതിന് ശേഷം നെക്ക് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലെ ഷോൾഡർ പൊക്കിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ തുടങ്ങിയ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറക്കി വിടുക. നമ്മളിപ്പോൾ ഷോൾഡർ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ഇനി നമുക്ക് ചെസ്റ്റ് വഴി എങ്ങനെ ചെയ്യാൻ നോക്കാം. 2 രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഒന്ന് ഷോൾഡർ വഴിയും രണ്ടാമത്തെ ചെസ്റ്റ് വഴിയും. അപ്പോൾ അതായത് ഹിപ്പ് ഹോപ്പ് ഡാൻസേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നത്, ഒട്ടുമിക്ക ഡാൻസേഴ്സും ഫോളോ ചെയ്യുന്നത് ചെസ്റ്റ് വഴി തന്നെയാണ്. ഈ മൈക്കിൾ ജാക്സൺ അതുപോലെ ഡാൻസേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഈ ഷോൾഡർ വഴി. നിങ്ങൾ എനിക്കടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മസ്റ്റായിട്ട് ഒരു 1 വീക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഹാൻഡ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഹാൻഡ് ഡിപ്പ് നിങ്ങൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Kill them all.